ഞാനെല്ലാം വന്ന് സഹിച്ചു. അവന്റെ ചീത്തവിളി, അവന്റെ തെറിവിളി, അവന്റെ ആഭാസങ്ങളെല്ലാം എല്ലാം ഞാൻ സഹിക്കേണ്ടി വന്നു. കാരണം സമയം അങ്ങനെയാണല്ലോ, സഹിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അന്ന് മൗനം പാലിച്ചത്. നമുക്കൊരു സമയം ഉണ്ടാവുമല്ലോ, എല്ലാ സാഹചര്യങ്ങളും വന്നെത്തുന്ന ഒരു സമയം ഏതൊരു മനുഷ്യനുണ്ടാവും. അതുപോലത്തെ ഒരു സമയം എന്റെ മുന്നിലും വന്നെത്തടോ, വരും, അതുറപ്പാ. എടാ കുട്ടി, ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും ഇന്നോളം പറക്കാതിരുന്നിട്ടില്ല. പക്ഷികൾ പറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാ ഞാനും. ഒരിക്കലും ഒരുത്തൻ നെഞ്ചിൽ കുത്തി എന്ന് വിചാരിച്ചിട്ടേ തളർന്ന് കിടക്കുന്നവനല്ല ഞാനും എഴുന്നേറ്റ് വരും. പക്ഷെ പക വീട്ടാനുള്ളതാ, അത് വീട്ടിയിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ. അത് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന് അതിനൊരു ഭീകര രൂപമുണ്ടാകും. അതിനുശേഷമാണ് ഞാൻ ആ പക തീർത്തിരിക്കും. എനിക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ പക വീട്ടാനുള്ള സമയം സന്ദർഭവും ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ സന്ദർഭം എൻ്റെ മുന്നിൽ വരുന്ന അന്ന് ഞാൻ പുലിയായിരിക്കും, ചീറ്റപ്പുലിയായിരിക്കും ഞാൻ.